ദൈവം ഒരു മനുഷ്യനെ രക്ഷിക്കുവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവനെ പ്രതിരോധിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ദൈവം നിങ്ങളെ രക്ഷിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം അത് ഹൃദയം തുറക്കുന്ന ഒരു പരിപാടിയാണ്. അത് ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങൾ ഒരു കാഴ്ച കണ്ടു, അതുവരെ കാണുന്നില്ല, കാഴ്ച കണ്ടു, കണ്ണു തുറന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് വലിയൊരു കൃപയാണ്. നിത്യതയെ കാണുന്നവർ, അത് വെളിപ്പെടുന്നവർ, ആ ജീവനെ കണ്ടെത്തുന്നവർ, ആ കൃപ എന്ന് പറയുന്നത് നമ്മളെ രൂപാന്തരപ്പെടുന്ന കൃപയാണ്. രൂപാന്തരപ്പെടുന്ന കൃപ ഒരാൾ പ്രാപിച്ചു കഴിയുമ്പോൾ അത് നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റുന്ന ഒരു സാധനമാണ്. പൗലോസിനെ പിടിച്ചതുപോലെ ആ ഒരു വിഷയമാണ് ഞാൻ ഇന്ന് പ്രധാനമായിട്ട് സംസാരിക്കുന്നത്. എങ്ങനെയാണ് ദൈവം നമ്മുടെ വില്ല്, നമ്മുടെ ഇഷ്ടത്തെ വളയ്ക്കുന്നത്? നമ്മൾ പറയാം വളച്ചെടുക്കുക എന്നൊക്കെ പറയുന്നത്, അത് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ദൈവമാണ്. ദൈവം നമ്മളെ ശരിക്കും വളച്ചെടുക്കും. അത് എങ്ങനെയാണെന്നുള്ളതാണ് ഈ വില്ലെന്നുള്ളൊരു കാര്യം നമുക്ക് പലപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം. ഫ്രീ വില്ല് അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ദൈവം നമ്മെ വളച്ചെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് അതിന്റെ അടുത്ത പോയിന്റ്. സോ നമ്മുടെ മനസ്സ് ദൈവത്തിന് ഭയങ്കര എതിരാണ്, നമ്മൾ ശത്രുക്കളാണ്. അപ്പൊ നമ്മൾ പോലും അറിയാം നമ്മുടെ ചുറ്റും നമ്മളിൽ പ്രവർത്തിച്ചും ആത്മാവിൽ ഇടപെട്ടും പ്രസംഗങ്ങളുടെ ഇടപെട്ടും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കഷ്ടതയിലൂടെ കടത്തിവിട്ടും ചിലപ്പോൾ അടി തന്നു, ചിലപ്പോൾ നല്ല വഴക്ക് പറഞ്ഞു, ചിലപ്പോൾ കെട്ടിവിട്ടും ഒക്കെ ദൈവം നമ്മളെ വളച്ചെടുക്കുന്നു. നേരെ പോകേണ്ട നമ്മളെ തിരിച്ച് കറക്കി കൊണ്ടുവരുന്ന ദൈവത്തിന്റെ ഒരു പ്രോസസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഇറസിസ്റ്റിബിൾ ഗ്രേസ് എന്ന് പറയുന്നത്. നമുക്കത് മനസ്സിലാകുന്നില്ല. ഇങ്ങനെ ആയത് നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം അത് ദൈവം നമ്മളെ അങ്ങനെ വളച്ചെടുത്തു. അടുത്ത പോയിന്റ്. ഓക്കെ, അപ്പം നമ്മുടെ വിശദീകരണത്തിൽ ആ വളയ്ക്കണം. നമ്മൾ തെറ്റായ അതായത് നമുക്ക് ഇങ്ങനെ വേണം ചിന്തിക്കുക. ഒരാൾ കുഴിയിലോട്ട് പോകുമ്പോൾ നേരെ പിടിച്ച് തിരിച്ചു വെച്ചിട്ട് ഓടാ ഇങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വഭാവം നന്നാവില്ല. നമ്മളെ കുഴിയിൽ നിന്ന് രക്ഷപ്പെടുന്നുള്ളത്. പക്ഷെ നമ്മളെ കുഴിയിലോട്ട് വീഴാതെ അതിനടുത്തോടെ ചെന്ന് വളഞ്ഞ് തിരിച്ചു പോരുക. കാരണം നമ്മൾ സ്വാഭാവികമായിട്ട് രക്ഷപ്പെട്ടു വരുന്നത് നമുക്ക് തോന്നുന്നത്, പക്ഷെ ദൈവമാണ് നമ്മളെ വളച്ചു കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ബെൻഡിങ് ഓഫ് വിൽ സത്യം പറഞ്ഞാൽ പ്രകൃതിയിൽ മുഴുവൻ ആ ബെൻഡിങ് ഉണ്ട്. ഈവൻ ലൈറ്റിനെ കുറിച്ചുള്ള പഠനം ഉൾപ്പെടെ സകലത്തിനകത്തും ഈ ബെൻഡിങ് ഭയങ്കര, അതായത് വളയ്ക്കുക എന്ന് പറയുന്നത് ഈ സ്പേസില് രണ്ട് നിയറസ്റ്റ് പോയിന്റുകൾ തമ്മിലുള്ള ദൂരം ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല, ഒരു വളവാണ്. നമുക്കറിയാം ലോകത്തിൽ എവിടെയും രണ്ട് വരയിട്ടിട്ട് അത് ഏറ്റവും ചെറിയ ദൂരം എന്ന് പറയുന്നത് തമ്മിലുള്ള ഒരു നേർരേഖയാണ്. ഇപ്പം ഇളംകുളവും കാക്കനാടും തമ്മിലുള്ള ഒരു നേർരേഖ ഒറ്റ വര വരച്ചത് ആകാശം എന്ന് പറയുന്ന വര അല്ലേ. പക്ഷെ ആകാശത്ത് നമ്മൾ വരച്ചാൽ അത് മതി. അതങ്ങനെയാണ്. ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഒരു വളവാണ്. അപ്പൊ ആ ഒരു പരിപാടി, ഒരു പ്രകൃതി മുഴുവൻ ആ ദൈവത്തിന്റെ ആ ഒരു പ്രോസസ്, അത് ഈ ബെൻഡിങ് ഓഫ് അവർ വിൽ എന്ന് പറയുന്നത് അത് വളരെ മനോഹരമായി ദൈവം നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കുന്ന ഒരു കാര്യം. നമ്മൾ വിചാരിക്കുന്നതൊക്കെ നമ്മളാണ് ചെയ്യുന്നത്, പക്ഷെ ദൈവം എന്ത് കഷ്ടപ്പെട്ട് വളച്ചെടുത്തിട്ട് നമ്മൾ അത്തരം ചെയ്തെന്നുള്ള കാര്യം നമ്മൾ അറിയുന്നു പോലും. ഞാൻ അവനോട് ക്ഷമിച്ചു കേട്ടോ, അപ്പൊ ക്ഷമിക്കാൻ എനിക്ക് ദൈവം കൃപ തന്നു. പക്ഷെ കർത്താവ് എവിടെ നിന്ന് വളച്ചോണ്ട് വന്നതാണെന്നുള്ള കാര്യം നമ്മൾ വിചാരിക്കും നമ്മളങ്ങ് ക്ഷമിച്ചു എന്നാണ്. ഇതിനാണ് ബെൻഡിങ് ഓഫ് വിൽ എന്ന് പറയുന്നത്. അത് നമ്മുടെ സാങ്ക്ടിഫിക്കേഷന്റെ പ്രധാന ഭാഗമാണ് ദൈവം നമ്മളെ വളച്ചെടുക്കുന്നത്. ഓക്കെ, ഞാൻ ബെൻഡിങ് ഓഫ് വില്ല് എന്നുള്ള വിഷയത്തെ കുറിച്ച് പറയുന്നത്. സാധാരണഗതിയിലെ ഈ തിയോളജിയന്മാര് ഈ വില്ലിനെ സംബന്ധിച്ച് 3 ന്യായങ്ങൾ എന്ന് പറഞ്ഞ് പറയാറുണ്ട്. നിങ്ങളത് കേട്ടിട്ടില്ലായിരിക്കാം, ഞാൻ നിങ്ങളോട് പറയാം. ഈ വേദശാസ്ത്രത്തിലുള്ള 3 ന്യായങ്ങൾ രക്ഷയെ സംബന്ധിക്കുന്ന, വില്ലിനെ സംബന്ധിക്കുന്ന ന്യായങ്ങൾ. ഒന്ന് മർക്കട ന്യായം, മറ്റൊന്ന് കുക്കുട ന്യായം, മൂന്നാമത്തത് മാർജാര ന്യായം. ഇത് 3 ന്യായങ്ങളിൽ തിയോളജിമാർ പറഞ്ഞല്ലോ ബൈബിളിൽ. അത് ഫ്രീ വില്ലിനെ സംബന്ധിക്കും. ഓക്കെ, ദൈവത്തിന്റെ പരമാധികാരവും ഫ്രീ വില്ലിനെ സംബന്ധിക്കുന്ന 3 ന്യായങ്ങളാണ് മർക്കട ന്യായം, മറ്റൊന്ന് കുക്കുട ന്യായം, മറ്റൊന്ന് മാർജാര ന്യായം. ഇനി നിങ്ങളെല്ലാം മലയാളികളായതുകൊണ്ട് അല്ലെ, ഞാൻ ഇതിന്റെ അർത്ഥം നിങ്ങളോട് ചോദിക്കാം. മർക്കടൻ എന്ന് പറഞ്ഞ ആരാണ്? പ്രകാശനം. മർക്കടൻ ആരാ? കുരങ്ങിന്റെ പേരാണ് മർക്കടൻ. ഓക്കെ, ഇനി മറക്കല്ലത്. ഓക്കെ, കുക്കുടം ആരെന്നറിയോ? കുക്കുടം. വെരി ഗുഡ്, വണ്ടർഫുൾ. കോഴി. മാർജാരൻ അറിയാലോ, പൂച്ച. അപ്പം മർക്കട ന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മങ്കി കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങനെ? മങ്കി അങ്ങ് പോവും, കുഞ്ഞ് വേണമെങ്കിൽ അള്ളിപ്പിടിച്ച് കിടന്നോ. അപ്പൊ അള്ളിപ്പിടിച്ച് കിടക്കണോ വേണ്ടോ എന്നുള്ളത് ആരാ തീരുമാനിക്കുന്നത്? കുഞ്ഞു പിടിവിട്ടാ കുഞ്ഞു പോകാൻ. ഇതാണ് പെന്തക്കോസ്തുകാരുടെ സാവേഷൻ. അതായത് കർത്താവ് അങ്ങനെ പോകുന്നു, നമുക്ക് വേണമെങ്കിൽ പിടിച്ചു കിടക്കാം, കൈവിട്ടാ നമ്മൾ പോകും. ഇതിനെയാണ് നമ്മൾ ഫ്രീ വില്ല് എന്ന് പറയുന്നത്. ഫുൾ മാൻ ആണ് കൺട്രോൾ. അപ്പൊ അതിനാണ് നമ്മൾ മർക്കട ന്യായം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കുക്കുട ന്യായം എന്ന് പറയുന്നത് കോഴി ഇങ്ങനെ കക്ക വിളിക്കത്തേ ഉള്ളൂ, പിടിച്ചോണ്ട് വരില്ല ആരെയും. ചിറ ഇങ്ങനെ വിരിച്ചു കൊടുക്കും. സൗകര്യം ഉണ്ടെങ്കിൽ പോയി കയറിയ കോഴി പൊതിഞ്ഞ് പിടിച്ചോളും. ഇതിനാണ്
കുക്കുടെ ന്യായം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ വില്ലിനെ സംബന്ധിക്കുന്ന കാര്യം. അതായത് ദൈവം രക്ഷയൊക്കെ ഓഫർ ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്നിട്ട് എല്ലാവരും വിളിക്കുന്നുണ്ട്. വിളി കേട്ടാൽ നിങ്ങൾക്ക് വേണേൽ പോയി കയറിയാൽ നിങ്ങൾ, ഇതൊക്കെയാണ് പൊതുവെ ബ്രദറുകാർ വിശ്വസിക്കുന്നത്. അവർ കേട്ടാൽ എന്നെ ഓടിക്കും മടിയായിട്ട്. ഇനി അടുത്തത് മാർജാരൻ പൂച്ച എങ്ങനെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടോ? കടിച്ചു പിടിച്ചോണ്ട് പോകുന്നത്. ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു ഫ്രീ വില്ലും ഇല്ല. കുഞ്ഞു പോലെ ഇത്തിരി താഴ്ത്തി കടിക്കുക പറയാൻ പറ്റില്ല. എന്നെ വീടമ്മേ ഞാൻ പുറകെ വന്നോളാന്ന് പറയാൻ പറ്റില്ല, സമ്മതിക്കില്ല. അതിനെ കടിച്ചെടുത്തോണ്ട്. അപ്പൊ മാർജാര ന്യായം എന്ന് പറഞ്ഞാൽ അവിടെ മനുഷ്യനൊന്നും ചെയ്യാനില്ല, ദൈവം തന്നെ തൂക്കിയെടുത്തോണ്ട് പോയി. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ അമ്മ കഴുത്തെ പിടിച്ചു കഴിയുമ്പോൾ ഇവൻ നിർജീവനായി പോകുന്നു, കൈയൊന്നും അനക്കാൻ പറ്റുന്നത്, പാരലൈസ്. ബൊമ്മ എടുത്തോണ്ട് ഒരു വീട്ടിൽ നിന്ന് എടുത്തോണ്ട് പോയി വേറെ സ്ഥലത്ത് കൊണ്ട് വെക്കുന്നവരാണ് ഈ. നിങ്ങൾ ഇതിൽ മൂന്നിൽ ഏതാ ശരിക്കാന്ന് തോന്നുന്നു? നമ്മുടെ സ്വഭാവം വെച്ച് നോക്കിയ പൂച്ചയാണ് കറക്റ്റ്. പക്ഷെ ആ പൂച്ച എടുത്തോണ്ട് ഒരു പ്രോബ്ലം ഉണ്ട്. പൂച്ചയുടെ വില്ല് അപ്രത്യക്ഷമാവുക ചെയ്യുന്നു. ശരിയല്ലേ? പൂച്ചയുടെ വില്ല് ഉപയോഗിക്കുന്നില്ലെന്ന് മാത്രമല്ല, പൂച്ചയുടെ വില്ല് കാണാനില്ല. ദാറ്റ് മീൻസ് അവിടെ ആ പൂച്ചയുടെ വില്ല് തകർത്ത് കളയപ്പെടുകയാണ്. അതായത് ഇല്ലാതായി പോവാ. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ആലോചിച്ചപ്പോ എനിക്ക് മനസ്സിലായത് ഈ മൂന്ന് ന്യായങ്ങളും അല്ല, ഇതൊരു നാലാമത്തെ ന്യായമുണ്ട്. അതൊരു മൃഗവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ളതാണ്. ആ ന്യായമാണ് ആടിന്റെയും ന്യായം. ഇതാണ് യോഹന്നാൻ 15-ാം അധ്യായം, ലൂക്കോസ് 15-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങൾ. ചുങ്കക്കാരും പാപികളും എല്ലാം അവന്റെ വചനം കേൾപ്പാൻ അവന്റെ അടുക്കൽ വന്നു. ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടി ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞ് പിറുപിറുത്തു. അവരോട് അവൻ ഈ ഉപമ പറഞ്ഞു: നിങ്ങളിൽ ഒരു ആൾക്ക് 100 ആടുണ്ട് എന്നിരിക്കട്ടെ. അതിൽ ഒന്ന് കാണാതെ പോയാൽ അവൻ 99 മരുഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ? കണ്ടു കിട്ടിയാൽ സന്തോഷിച്ച ചുമലിലെടുത്ത് വീട്ടിൽ വന്ന് സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി കാണാതെ പോയ എന്റെ ആടിനെ കണ്ടെത്തിയതുകൊണ്ട് എന്നോടും കൂടെ സന്തോഷിപ്പിക്കുന്ന അവരോട് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എന്താണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? ഒരു വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ചില വാക്കുകൾ അവിടെ ഉണ്ട്. ഒന്നാമത്, ചുങ്കക്കാരും പാപികളും എല്ലാം കർത്താവിന്റെ അടുത്ത് നിന്നപ്പോൾ അവിടെ ചുറ്റുമുള്ള ആളുകൾക്ക് ഭയങ്കരമായ അസ്വസ്ഥത ഉണ്ടായി. കാരണം അവർ നീതിമാന്മാരാണ്. അപ്പൊ നീതിമാന്മാർക്ക് ആകെയുള്ള സങ്കടം നീതിമാന്മാരെയും പാപികളെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇപ്പൊ ഒരു ക്ലാസ്സിൽ എല്ലാവർക്കും ഓൾ പാസ് കൊടുക്കുകയാണ്. എല്ലാവർക്കും ഓൾ പാസ് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും സങ്കടം അവർക്കായിരിക്കും, ഏറ്റവും നല്ല പഠിക്കുന്നതാണ്, ഏറ്റവും സന്തോഷം അവർക്കായിരിക്കും, ഒട്ടും പഠിക്കാത്ത. അപ്പൊ അതുപോലെ രക്ഷയുടെ കാര്യത്തിൽ അങ്ങനെയാണ്. രക്ഷയുടെ കാര്യത്തിൽ ദൈവം സൗജന്യമായി രക്ഷിക്കുന്നു പറയുമ്പോൾ ഏറ്റവും വിഷമമാർക്കും നീതിമാന്മാരായ ആളുകൾക്കാണ് ഏറ്റവും വിഷമം. കാരണം ഇങ്ങനെ സൗജന്യമായിട്ട് രക്ഷിച്ചാൽ നമ്മൾ ഈ നീതിമാനായിട്ട് ജീവിച്ചിട്ട് എന്ത് കാര്യം, അല്ലെ? ഇങ്ങനെ എല്ലാവർക്കും ഓൾ പാസ് ആണെങ്കിൽ പിന്നെ ഞങ്ങൾ കഷ്ടപ്പെട്ട് ട്യൂഷൻ എടുത്ത് പഠിച്ചിട്ട് എന്ത് കാര്യം? അവനെ പോലെ ഉഴപ്പിത്തിരിഞ്ഞ് 4 റോഡിലൂടെ നടന്ന് അവസാനം പരീക്ഷ വന്നപ്പോ എല്ലാവർക്കും ഓൾ പാസ്. ഇത് എന്ത് ന്യായം എന്ന് കേട്ടിട്ടില്ലേ? ഇതാണ് അവിടെ ഉണ്ടായിരുന്ന പരീക്ഷന്മാർ ചോദിച്ചത്. ഈ ചുങ്കക്കാരുടെ പാപികളുടെ ഒക്കെ കൂടെ കർത്താവ് ഇങ്ങനെ പോയാൽ ഞങ്ങൾ ഇത്രയും മര്യാദക്കാരായിട്ട് ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച് നടന്നിട്ട് എന്ത്? അപ്പൊ പക്ഷേ കർത്താവ് പറഞ്ഞൊരു ഉപമ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉപമയില് അയാൾക്ക് 100 ആടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര അത് കർത്താവ് ചോദിക്കും, നിങ്ങളെല്ലാം ഇങ്ങനെ ചെയ്യൂല എന്ന് ചോദിക്കുന്നത്. എനിക്കറിയാൻ മേലെ ഏതെങ്കിലും യഹൂദൻ അങ്ങനെ ചെയ്യുമായിരുന്നു. 100 ആട്, അതില് ഒരെണ്ണം കാണാതെ പോയി. അവന്റെ കയ്യിലിരിപ്പുണ്ടായിരിക്കണം പോയത്. 99 ഉള്ളൂ. പക്ഷെ ഈ ആട് എണ്ണി നോക്കി ഒരെണ്ണം കുറവാണ്. എന്നിട്ട് ഈ ഇടയൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇടയൻ എന്താ ചെയ്യുന്നത്? ആ 99 മരുഭൂമിയിൽ വിട്ടു. 99 വിടാം. ആ ഒന്നിന്റെ കാര്യം ആലോചിച്ചു. ഈ ഒന്നിനെ അന്വേഷിച്ച് കർത്താവ് പോകുന്ന എങ്ങനെയാണെന്നറിയോ? കണ്ടു കിട്ടുന്നവരെ. അപ്പൊ എവിടെ വരെ അന്വേഷിക്കും ദൈവം? അപ്പൊ ഈ ചാടിപ്പോയവൻ അവനെ കണ്ടു കിട്ടുന്നവരെ ദൈവം അവനെ അന്വേഷിച്ചോണ്ടിരിക്കും. അപ്പം വേണമെങ്കിൽ ഓടിപ്പോയി മങ്കി എടുത്തോണ്ട് പോകുന്ന പോലെ, അല്ല മങ്കിയല്ല, മറ്റേ പൂച്ച എടുത്തോണ്ട് പോകുന്ന പോലെ എടുത്തോണ്ടില്ല. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ എവിടാന്ന് ദൈവത്തിന് അറിയാൻ മേലാത്തതല്ല, പക്ഷെ നമ്മളെ അവന്റെ ഹൃദയം കൊണ്ട് കണ്ടെത്തുന്നവരെ, അത് നമ്മൾ അവനെ കണ്ടെത്തുന്നത് വരെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഇതിനെയാണ് ഈ ബെൻഡിങ് ഓഫ് വിൽ എന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഞാനൊരു വിശ്വാസിയായത് എങ്ങനെയാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ,
ഈ ദൈവം ഈ വില്ലിനെ ബെൻഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. അതുപോലെ ഇന്ന് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ജീവിതകാലം മുഴുവനും കൊണ്ട് ദൈവം എങ്ങനെയാണ് ഞാൻ അനുഭവിച്ചു പോകുന്ന സാഹചര്യങ്ങളിലൂടെ എന്നെ വളച്ചെടുത്തത് മനസ്സിലായി. നമ്മൾ ആര് നോക്കിയാലും നമുക്കത് കാണാം. ഒരു വിശ്വാസി നോക്കിക്കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ദൈവം ഈ വളയ്ക്കുന്ന പ്രോസസ്, അന്വേഷിക്കുന്ന പ്രോസസ്സാണ്. നമ്മളെ ദൈവം അന്വേഷിക്കുന്ന പ്രോസസ്സാണ്. അത് എവിടെ വരെ അന്വേഷിച്ചു കഴിഞ്ഞാൽ, എവിടെ വരെയാ നമ്മളെ വളയ്ക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവനിൽ സ്വസ്ഥമാകുന്നത് വരെ. അവൻ നമ്മളെ കണ്ടെത്തി അവന്റെ തോളിൽ നമ്മൾ എടുക്കാൻ ഒരു സാഹചര്യം വരുന്നത് വരെയും അവൻ നമ്മെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. ഈ അന്വേഷണം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ആദ്യം പരസ്യം കൊടുക്കും, പിന്നെ പോലീസ് കംപ്ലൈന്റ് ചെയ്യും, പിന്നെ പല പരിപാടികളും ഒരാളെ കാണാതെ പോയി കഴിഞ്ഞാൽ അല്ലെ. അപ്പൊ ദൈവം ഒരാളെ കണ്ടെത്താൻ വേണ്ടി, അതൊരു പാപിയ ഒരു മനുഷ്യനെ കണ്ടെത്താൻ വേണ്ടി ഒത്തിരി പണികൾ ചെയ്തു. എന്റെ ജീവിതത്തിൽ ഒത്തിരി പണികൾ ചെയ്തിട്ടാണ് സാധാരണ ആൾക്കാർക്ക് കൊടുക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ, കർത്താവിനെ തിരിച്ചറിയുന്നതിന് മുമ്പ് ഇത്തിരി ദാരിദ്ര്യം, ഒരിത്തിരി കഷ്ടം, ഇത്തിരി രോഗം, ഇങ്ങനെയൊക്കെയുള്ളതായിരിക്കും കൊടുക്കുന്നത്. അപ്പം ഇത്തിരി വളയും, കർത്താവിന്റെ അടുത്തേക്ക് ഒന്ന് വളയും. രോഗം മാറുമ്പോൾ പിന്നെ നീ വരും, പിന്നെ എന്തെങ്കിലും വെച്ച് വളയും, വളച്ച് പിന്നെ നീ വരും. ഇങ്ങനെ ആയി അടി കിട്ടിയും കിട്ടാതെ അങ്ങനെയൊക്കെയാണ് പറയാം. പക്ഷെ എനിക്ക് ഒരു പ്രശ്നമില്ലായിരുന്നപ്പോഴാണ് കർത്താവ് വളച്ചത്. ആ വളവ് ഞാൻ കുറെ ദൂരം കഴിഞ്ഞാണ് മനസ്സിലായത്, എന്നെ ഇങ്ങനെ വളച്ചെടുത്ത് കളഞ്ഞു. അപ്പൊ ഇതാണ് ഈ അന്വേഷണം. അന്വേഷിച്ച് കണ്ടെത്തി കഴിഞ്ഞാൽ ഈ വില്ല് ബെൻഡ് ചെയ്യുക, അത് വില്ലിനെ വളച്ച് ദൈവത്തിന് അനുകൂലമാക്കി വിടുക. പണ്ടൊക്കെ ഞാൻ ഒന്നും ദൈവത്തിന് വേണ്ടിയല്ല ചിന്തിക്കുന്നത്. പതുക്കെ ഇപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് അവനവൻ എല്ലാവരും അവരോട് ഇഷ്ടം ചെയ്യും. കല്യാണം കഴിച്ച് കഴിയുമ്പോൾ എന്ത് വരും? വേറെ ആളുടെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കാൻ, ഭർത്താവ് ഭാര്യയുടെ ഇഷ്ടത്തിനും ഭാര്യ ഭർത്താവിന്റെ ഇഷ്ടത്തിനും ജീവിക്കാൻ പരിശ്രമിക്കും അല്ലെ. അതിനാണ് അപ്പൊ ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ട്. അതുപോലെ കർത്താവിനെ കണ്ടെത്തുന്ന വരെ നമ്മൾ ഒരു ഡയറക്ഷനിൽ പോയി കർത്താവിനെ കണ്ടുമുട്ടി കഴിയുമ്പം നമുക്ക് ഈ കർത്താവിന്റെ ഇഷ്ടത്തിന് ജീവിക്കാനൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ ഈ ബെൻഡിങ് പരിപാടി ഉണ്ട്. നമ്മൾ കർത്താവിന്റെ അടുത്ത് സ്വസ്ഥത പ്രാപിക്കുന്നവരെ നമ്മളെ ഇങ്ങനെ ഈ ഒടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയും, പക്ഷെ ഇത് വളച്ചെടുത്ത് നമ്മൾ അറിയില്ല. നമ്മൾ മാറി നമുക്കറിയത്തില്ല. നിങ്ങൾ 10 വർഷം മുമ്പ് എങ്ങനെ ആയിരുന്നു എന്ന് ആലോചിക്കും. ശരിക്കും പറഞ്ഞാൽ പേടിയാവും. അത് സോ മച്ച് ദൈവം നമ്മളെ മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പ്രോസസ് ഓഫ് ഫൈൻഡിങ് ഹിസ് സെയിന്റ്, നമ്മൾ അവന്റെ ആളുകൾക്ക് വേണ്ടിയാണോ മരിക്കുന്നത്, അവന്റെ ആളുകൾക്ക് വേണ്ടിയാണോ അവൻ അന്വേഷിച്ചത്. അപ്പം നമ്മളെ കണ്ടെത്തുന്ന വരെയുള്ള ദൈവത്തിന്റെ അന്വേഷണം എന്ന് പറയുന്നത്, ആ അന്വേഷണത്തിലൂടെ ദൈവത്തിന് അറിയാലോ ഞാൻ എവിടെ ഉള്ളതെന്ന് അല്ലെ. അത് കണ്ടെത്താൻ ഒരു നിമിഷം മതി. ഇന്നാണ് GPS വെച്ച് ഒരു സെക്കൻഡ് കൊണ്ട് അറിയാലോ. ദൈവത്തിന് എത്രയോ പെട്ടെന്ന് നമ്മളറിയാം. പക്ഷെ ഈ കണ്ടെത്തുക എന്നുള്ളത് ഒരു സ്പിരിച്വൽ കാര്യമാണ്. അതായത് ഈ പാപത്തിൽ നിന്ന് തന്നെ വീണ്ടെടുക്കുക, ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ കൊണ്ടുവരിക. ഈ മാർജാര ന്യായവും ഈ ആട്ടിടന്റെ ന്യായവും തമ്മിൽ ഒരു വലിയ വ്യത്യാസമുണ്ട്. മാർജാരൻ കടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ മാർജാര കുഞ്ഞിനൊന്നും ചെയ്യാൻ പറ്റില്ല. അതിന്റെ കാലൊക്കെ ഇങ്ങനെ കിടക്കും അല്ലേ, ശരിയല്ലേ? എന്നാൽ ഈ കർത്താവ് തോളിലെടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണെന്ന് മാത്രമല്ല, നമുക്ക് കാലുകൊണ്ട് വേണമെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കുവോ, ഒന്ന് സൗണ്ട് എടുക്കുവോ, ഒന്ന് സ്തോത്രം പറയുകയൊക്കെ ചെയ്യാം. കാരണം എന്താ? നമ്മുടെ വില്ലിനെ ഡിസ്ട്രോയ് ചെയ്യുന്നില്ല, അതിനെ അനുകൂലമാക്കി വളച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. തോളത്തിരിക്കുന്ന ആടിനെ സംബന്ധിച്ച് അവൻ ഒരിക്കലും കൈവിടപ്പെട്ടു പോകുന്നില്ല, അവന്റെ വില്ല് പൊട്ടിച്ചു കളയുന്നില്ല, അത് മനോഹരമായി വളച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ജീവിതകാലം മുഴുവൻ നമ്മൾ നോക്കിക്കഴിയുമ്പം നമ്മൾ കർത്താവിന്റെ തോളിലിരിക്കുന്ന ഒരാട് പോലെയാണ്. നിലത്ത് വിട്ടാ പോകാം നമ്മുടെ സ്വഭാവം, ശരിയല്ലേ? അപ്പൊ ദൈവം നിലത്ത് വിട്ടാ പോകാം, നിലത്ത് വിടത്തില്ല, നിലത്ത് വിടാതെ എടുത്തുകൊണ്ട്. ഇവരാണ് ദൈവത്തിന്റെ മക്കൾ, അവനാൽ നടത്തപ്പെടുന്നവർ, അവന്റെ ജീവൻ പ്രാപിച്ചവർ. അപ്പോൾ ഈ വിൽ ബെൻഡിങ്, നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി അതിജീവിച്ചാലും അത് മനസ്സിലാക്കേണ്ട, ദൈവം എന്റെ മനസ്സിനെ വളച്ചുകൊണ്ടിരിക്കുന്നു. അവൻ അനുകൂലമായിട്ട് അതിനെ തിരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോസസ്. അതാണ് ഈ പൊന്നൊക്കെ ഉരുകി വെളിയിൽ വരുന്ന ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ആ ബെൻഡിങ് പ്രോസസ്സാണ്. അതായത് നമുക്ക് അനുകൂലമായി അതിനെ മാറ്റാൻ വേണ്ടി നമ്മൾ അതിനെ ഒരു പ്രോസസ്സിലൂടെ കടത്തി വിടുന്ന പോലെ ദൈവത്തിന് അനുകൂലമായി നമ്മളെ. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പ്രസംഗിക്കപ്പെട്ടു, ഇന്ന് നീ ഒരു തീരുമാനം എടുത്തു. അപ്പൊ അങ്ങനെ ഒടിക്കാനൊന്നും പറ്റില്ല. ആ തീരുമാനം അവന്റെ ഉള്ളിൽ വരണമെങ്കിൽ ദൈവം വരച്ച വരയിലൂടെ അവൻ വളഞ്ഞു വരണം. അവനത് മനസ്സിലാകുന്ന ഒരു തലത്തിലേക്ക് അവൻ. ചില സമയത്ത് കർത്താവ് സഡൻ ആയിട്ട് കിടക്കും ഹൃദയത്തിനകത്തോട്ടൊരു പ്രകാശനം. അത് നമ്മൾ കുറച്ചും കൂടെ അനുസരിച്ച് അടുത്തടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ അധികം വളയാതെ തന്നെ നമുക്ക് കാര്യം മനസ്സിലാകാൻ തുടങ്ങും. അപ്പൊ പരിജ്ഞാനം പ്രാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ദൈവത്തിന്റെ ഡയറക്റ്റ് പെട്ടെന്ന് കേൾക്കാം. അല്ലെങ്കിൽ നമുക്കൊരു റിസപ്ഷൻ ഉണ്ടാവില്ല. ഉദാഹരണത്തിന് ഒരാളെന്ന് പറയണം, ചേച്ചി നീ ആള് ശരിയല്ല, എന്നെ കുറിച്ച് ഞാൻ അല്ല വിചാരിച്ചത്. എന്റെ പറയണം, നീ പിന്നെ എന്താ വിചാരിച്ചത്? നീ എന്നെ കുറിച്ച് അത്ര വിചാരിച്ചാൽ മതി. നീ എന്നാ വിചാരിച്ചാലും എനിക്കൊരു. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അതെന്റെ വില്ലാണ്. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനല്ല പറയുന്നത്.
ഇപ്പൊ ഞാൻ പറഞ്ഞു, എന്താ ബ്രദർ പ്രശ്നം, എന്തെങ്കിലും കുഴപ്പം? കാരണം എന്റെ വില്ല് വളഞ്ഞു വന്നാൽ ഞാൻ അറിഞ്ഞിട്ടില്ല. പെട്ടെന്നൊരു തീരുമാനം എടുത്ത് അങ്ങനെ ആകുന്നതല്ല. നമ്മൾ ആരും പെട്ടെന്നൊരു തീരുമാനം എടുത്ത് അങ്ങനെ ആകുന്നത്. ഇപ്പോഴും പഴയ ആ ചുക്ക് ഇഷ്യൂ കിടപ്പുണ്ട്, വരാം. പക്ഷെ ദൈവം നമ്മളെ ഇങ്ങനെ അത് അങ്ങനെ അല്ലാത്തൊരു സ്വഭാവമാക്കി നമ്മളെ മാറ്റുന്നു. അപ്പൊ ഇതൊരു മാർജാര ന്യായമല്ല. ഫ്രീ വില്ല് എന്ന് പറയുന്നത്, ഈ ഫ്രീ വില്ലിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒത്തിരി ആൾക്കാർ വിചാരിക്കുന്ന ഹ്യൂമൻ ഫ്രീഡം എന്നൊക്കെ പറഞ്ഞു പറയുമ്പോൾ ആദമിന്റെ ലൈഫും നമ്മുടെ ലൈഫും ഡിഫറൻസ് ഉണ്ട്. ആദമിന് ഫ്രീ വിൽ ഉണ്ടായിരുന്നു. ആദമിന് ഫ്രീ വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നന്മയും തിന്മയും തിരഞ്ഞെടുക്കാൻ പറ്റില്ല. അവന് അനുസരിക്കാനും അനുസരിക്കാതിരിക്കാനും. അങ്ങനെയാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ഫ്രീ വില്ലോട് കൂടി. പക്ഷെ അവൻ എപ്പോ പഴം തിന്നോ അപ്പോൾ അവന് ഫ്രീ വില്ലുണ്ട്. പക്ഷെ ഫ്രീ വില്ല് അടിമത്തത്തിലാണ്. എന്തിന്റെ അടിമത്തത്തിലാണ്? പാപത്തിന്റെ അടിമത്തത്തിലാണ്. ആ ഫ്രീ വില്ല് വെച്ച് അവൻ എന്ത് തീരുമാനം എടുത്താലും അത് പാപമായി. അതാണ് ഈ പാപത്തിന്റെ അടിമത്തം എന്ന് പറയുന്നത്. ഞാൻ കർത്താവിന് വേണ്ടി എന്റെ ജീവിതം കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അതിന് പകുതിയും പാപമാണ്. കാരണം അവന് കർത്താവിന് കൊടുക്കാൻ മാത്രം നല്ലൊരു ജീവിതം അവൻ ഇല്ല. ഒന്നാമത് അവന് കൊടുക്കാൻ അവന് കഴിവില്ല. എന്താണ് ഈ ഫ്രീ വില്ലിൽ എന്ത് തീരുമാനം എടുത്താലും, മനുഷ്യൻ എന്ത് തീരുമാനം എടുത്താലും അതിന് പാപമാണ് അടങ്ങിയിരിക്കുന്നത്. കാരണം എന്താണ്? ഈ ഫ്രീ വില്ലെന്ന് തന്നെ അണ്ടർ ബോണ്ടേജ് ആണ്. അതായത് ആത്മാവില്ലാത്ത ഒരു മനുഷ്യന്റെ ഫ്രീ വില്ല് എന്ന് പറയുന്നത് പാപത്തിന്റെ അടിമത്തത്തിലുള്ള ഒരു ഫ്രീ വില്ലാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ദൈവത്തെ തെരഞ്ഞെടുക്കാനായി ഒരിക്കലും മനുഷ്യന് സാധിക്കില്ല എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, കാരണം അത് അണ്ടർ ബോണ്ടേജ് ആണ്. ദൈവത്തിന്റെ അടുത്തേക്ക് മാത്രം നമ്മൾ എത്തിക്കാൻ നമ്മുടെ ഫ്രീ വില്ലിന് കഴിയില്ല. നമുക്ക് ദോശ വേണോ ഇഡ്ഡലി വേണോ തീരുമാനിക്കാൻ ഫ്രീ വില്ല്. നമ്മൾ ആരെ കല്യാണം കഴിക്കണം തീരുമാനിക്കാൻ ഈ ഫ്രീ വില്ലിന് കഴിയും. ആരെ കല്യാണം കഴിച്ചാൽ ദൈവം ഓക്കെ ആക്കി മതി, ഇതുമായിട്ട് ജീവിച്ചോളാൻ പറയും, വേറെ കാര്യം. പക്ഷെ ഇവിടെ എല്ലാം നമുക്ക് ഒരു ഫ്രീ വില്ലുണ്ട്. നമ്മളൊരു കടയിൽ പോയാൽ ഏത് വസ്ത്രം ധരിക്കണമെന്ന് ഒരു പക്ഷെ അതിലെല്ലാം ദൈവത്തിന്റെ ഒരു വളക്കൽ പരിപാടി അതിനകത്തെല്ലാം ഉണ്ട്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ചോയ്സസ് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. പക്ഷെ ഒരിക്കൽ പോലും നമ്മുടെ ഫ്രീ വില്ല്, അടിമത്തത്തിൽ കിടക്കുന്ന ഒരു പാപിയുടെ ഫ്രീ വില്ലിന് ദൈവത്തെ സ്നേഹിക്കാനോ രക്ഷയ്ക്കായി ദൈവത്തിന്റെ അടുത്ത് ചെല്ലാനോ സാധിക്കും. പക്ഷെ ആ അടിമത്തത്തിൽ കിടക്കുന്ന ഫ്രീ വില്ലിനാണ് ദൈവം വിമോചിപ്പിക്കുന്നത്. എങ്ങനെ വിമോചിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അവന് ആത്മാവിന്റെ ശബ്ദം കേൾക്കണം. ആത്മാവിന്റെ ശബ്ദം നിങ്ങളുടെ ഹൃദയത്തിൽ കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീഡം ഓഫ് വില്ലുണ്ട്. ഫ്രീ വില്ലല്ല, ഫ്രീഡം ഓഫ് വില്ലുണ്ട്. പക്ഷെ എന്തില്ല? ഫ്രീ വില്ലല്ല. ഈ ഫ്രീഡം ഓഫ് വിൽ, അതായത് വില്ലിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, എനിക്ക് കർത്താവിനെ അന്വേഷിക്കാൻ സാധിക്കും. അതാണ് എനിക്ക് ലഭിച്ച സ്വാതന്ത്ര്യം. എന്നെ പാപത്തിന്റെ അടിമത്തിൽ ഞാൻ സ്വതന്ത്രനായപ്പോൾ എനിക്ക് തോന്നിയ പോലെ നടക്കാനുള്ള വില്ലില്ല. പക്ഷെ എന്തിന്റെ വില്ലുണ്ട്? ഫ്രീഡം ഓഫ് മൈ വിൽ. അതായത് എനിക്ക് ദൈവത്തെ നോക്കാനും ദൈവത്തെ അറിയാനും ദൈവത്തെ അന്വേഷിക്കാനും ദൈവത്തെ അപ്പാന്ന് വിളിക്കാനുമുള്ള ആ ഒരു വിൽ, ആ ഒരു മൈൻഡ്, ആ ഒരു ഡിസിഷൻ എടുക്കാൻ എനിക്ക് ഇപ്പൊ പറ്റും, ഇല്ലേ? പറ്റുന്നുണ്ട്. കാരണം എന്താ? നമ്മുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ പുത്രത്വം ദൈവം അവന്റെ ആത്മാവിനാൽ നമുക്ക് തന്നിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഫ്രീ വിൽ എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു റോൾ ഇല്ല ബ്രദറെ, മനുഷ്യന്റെ റോൾ ഇല്ല ബ്രദറെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തോണം, ഈ ബെൻഡിങ്ങിലൂടെയാണ് ഈ മനുഷ്യൻ എന്ത് ചെയ്തിരിക്കുന്നത്? ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നുള്ളതും ദൈവം അത്രേ തിരുവള്ളം ഉണ്ടായിട്ട് നമ്മളിൽ ഇച്ഛിക്കുന്ന ഞാനാണ്, പ്രവർത്തിക്കുന്ന ഞാനാണ്. പക്ഷെ ദൈവമാണ് എന്നെ ഇങ്ങോട്ട് എത്തിച്ചത്, ഇങ്ങനൊരു ഡിസിഷനിലേക്ക് എന്നെ എത്തിക്കുന്നത്. വിശുദ്ധീകരണമാണേലും ഉള്ളൂ കേട്ടോ. ഒരുത്തന്റെ തലക്കെട്ടത്തിന്റെ അടി കൊടുത്തിട്ട് ദൈവമാണ് എന്നെ ഇങ്ങോട്ട് എത്തിച്ചതെന്ന് പറയാൻ പറ്റില്ല. അതല്ല, ക്രിസ്തുവിന്റെ ക്യാരക്ടറിലേക്കുള്ള ആ ബെൻഡിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ദൈവത്തിന്റെ സാങ്ക്ടിഫിക്കേഷൻ വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മുടെ പ്രവൃത്തികളാൽ വരുന്ന ഒരു കാര്യമല്ല, ദൈവം നമ്മളിൽ തീർച്ചയായിട്ടും നിർവഹിക്കുന്ന ഒരു കാര്യം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം എപ്പോഴും ഇടയൻ തോളിലെടുത്തുകൊണ്ട് നടന്നോളൂല്ലോ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? നിങ്ങൾക്ക് ഏത് ന്യായമാണ് ശരിയായിട്ടുള്ളത്? ബൈബിളിൽ ഈ ന്യായം മാത്രമേ ഉള്ളൂ, അല്ലെ? ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ന്യായം എന്താണ്? ഈ ന്യായത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. 99 പേരെ മരുഭൂമിയിൽ ഇടുമെന്നാണ് പറഞ്ഞത്. 99 പേരെ മരുഭൂമിയിൽ ഇടുമ്പോൾ എന്താ സംഭവിക്കും? ഇന്ന് പെന്തക്കോസ് ചർച്ചകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, പെന്തക്കോസ് പറഞ്ഞാൽ ഇന്ന് പൊതുവെയുള്ള ക്രിസ്ത്യൻ ചർച്ചകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നീതിമാന്മാരുടെ ബഹളം. എല്ലാം നീതിമാന്മാരാണ്. പക്ഷെ അകത്തോട്ട് നോക്കരുത്, നമ്മൾ ദൂരെ നിന്ന് നോക്കണം. എല്ലാം ഭയങ്കര വിശദം. കഴിഞ്ഞ ദിവസം ഒരു ചർച്ച വന്നപ്പം എല്ലാം വൈറ്റാണ്. ദൈവത്തിന്റെ കൃപയാൽ ഞാനൊരു ഇത്തിരി മങ്ങിയ വർഷത്തിൽ വന്നു. വേറെ വല്ല ആയിരുന്നെങ്കിൽ അവരെ ഓടിച്ചു ഫുൾ. അപ്പൊ യെല്ലോ ആണോ വൈറ്റ് ആണോ എന്ന് വേണമെങ്കിൽ ഒന്ന് നോക്കിയാൽ സംശയം തോന്നുന്ന രീതിയിലാണ് അവരൊന്ന് പറഞ്ഞു. വെളിയിൽ നോക്കുമ്പോൾ ഭയങ്കര വിശുദ്ധിയാണ്. പക്ഷെ എന്താ, ഈ 99 ആളുകളെ പോലെ മരുഭൂമിയില്ല. അവിടെ പുല്ലൊന്നും ഇല്ല, വെള്ളവും ഇല്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ ഭയങ്കര പ്രസംഗമാണ്. പക്ഷെ ഒന്നും ഇല്ല അതിനകത്ത്, ജീവൻ വ്യാപരിക്കുന്നില്ല. കാരണം ഈ നീതിമാന്മാർക്ക് വേണ്ടിയല്ല കർത്താവ് വന്ന ആർക്ക് വേണ്ടിയാണ്? അപ്പൊ കർത്താവിന്റെ തോളിൽ അയ്യോ എന്നെ താഴെ വിട്ടാൽ ഞാൻ നശിച്ചു പോവേ, എന്നെ വിടലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഈ കർത്താവിന്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റും. അപ്പൊ കർത്താവിനെ പറഞ്ഞു, ഞാൻ ഇത്രയും നല്ലവനാണ്, എനിക്കിത് വന്നല്ലോ. കഴിഞ്ഞ സ്ഥലങ്ങളോട് പറഞ്ഞു, ഇത്രയൊക്കെ ഞാൻ കർത്താവിന് വേണ്ടി അധ്വാനിച്ചു, എനിക്ക് ഗതി വന്നല്ലോ. എന്താണ് വന്നറിയാം? മരുഭൂമിയില്ല. ബാക്കി ചുറ്റുമുള്ളതെല്ലാം 98
ഇവൻ 99-ാമത്തെ ഇവൻ, 98 മറ്റാടുകളാണ്. അതുകൊണ്ടാണ് അവൻ ആ ഗതി വന്നത്. അല്ലെ? നിങ്ങൾക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടോ ഞാൻ ഇത്രയും നീതിയോടെ ജീവിച്ചിട്ട് എനിക്ക് ശരിയാണ് ചിന്തിക്കാൻ? ഈ നീതിയോടെ ജീവിച്ചു നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ആ മരുഭൂമിയിൽ ബാക്കി 98 ആടുകളുമായിട്ട് ഗുസ്തി കളിക്കും. അപ്പൊ ഈ ഒരു പാപിക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി നടക്കും. ഈ നീതിമാന്മാർ വരുന്ന നമ്മുടെ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ ഫുഡ് കഴിക്കാൻ പോയിരിക്കുന്നു രക്ഷകനാന്ന് പറഞ്ഞു. അപ്പൊ കർത്താവ് പറഞ്ഞു ഈ 99 പേർക്കും മാനസാന്തരം വേണ്ടാത്തവരും മിടുക്കന്മാരും നല്ല ആൾക്കാരുമാണ്. അവർക്ക് വേണ്ടി എനിക്ക് ഒന്നും ചെയ്യാനില്ല. ഈ ഒരു ആടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ളൂ. അപ്പൊ ഈ ആടിന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യാനുള്ളൂ. അതുകൊണ്ട് ഞാൻ ആടുകൾ എടുത്തോട്ട് സ്വാഭാവികമായിട്ടും പോകുന്നു. അപ്പൊ നമ്മൾ ക്രിസ്തുവിന്റെ കൂടെയാണോ ഈ 99 നീതിമാന്മാരുടെ കൂടെയാണോ എന്നുള്ളത് എല്ലാ മതവിശ്വാസികളും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം മതത്തിന്റെ പ്രത്യേകത നമ്മൾ ഇതിനകത്ത് കയറുന്നവരെ തോർത്തിരിക്കുന്ന ആടായിരിക്കും. 2 ദിവസം കഴിയുമ്പോൾ നമ്മളെ മരുഭൂമി കിടക്കുന്ന ഗുസ്തി പിടിക്കാൻ പാലായിട്ട് മാറും. കാരണം മനുഷ്യ പ്രകൃതം നമ്മളെ അങ്ങോട്ട്, മനുഷ്യ പ്രകൃതം മറ്റുള്ളവർ വിരിക്കുന്ന അവൻ ശരിയല്ല. അപ്പൊ നമ്മൾ ശരിക്കും പറയുന്നത് കർത്താവ് തോളത്തെടുക്കൊണ്ട് പോകുന്ന ഒരാളെ കുറിച്ചാണ്. അവർക്ക് വയ്യ, അവൻ താഴെ വീണാ പോക്കാം. കർത്താവ് എന്തുകൊണ്ട് തോളത്തെടുത്തേക്കുന്നത്? നിലത്ത് നിർത്തി അവൻ ലോകത്തിലോട്ട് പോകും. അപ്പൊ അവൻ കർത്താവ് തോളത്ത് വെച്ചിരിക്കുക. അപ്പൊ ഞാൻ പറയാം അവൻ ലോകത്തിലോട്ട് പോകുന്ന ഒരുത്തനാണ്. അവനെ എടുത്തോണ്ട് നടക്കുന്ന നിൽക്കുക. അവൻ എടുത്തോണ്ടൊക്കെ നമ്മൾ കാണുന്നില്ല, ഇടയ്ക്ക് ഓടുന്ന കാണുന്നത്. അപ്പൊ നമ്മൾ എന്താ പറയും? അടങ്ങി ഒതുങ്ങിയിരിക്കാത്ത പാപിയായ ഈ മനുഷ്യനെ അവന്റെ കൂടെ ഒന്നും ഞാൻ വർഷിപ്പ് ചെയ്യത്തില്ല. ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു മെസ്സേജ്. അതിന്റെ കാരണം എന്താ വെച്ചാൽ ലോകത്തിലെ സകല സഭകളും ഒരു തലമുറ കഴിയുമ്പോൾ അല്ലെങ്കിൽ 5-10 വർഷം കഴിയുമ്പോൾ ദ്രവിച്ചു പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ക്രിസ്തുവിന്റെ സ്ഥാനത്തിന് പകരം ഈ നീതിമാന്മാരുടെ സ്ഥാനം എടുക്കുമ്പോഴാണ്. കാരണം ഈ നീതി നമുക്ക് പ്രസംഗിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അടുത്ത തലമുറയിൽ ആകുമ്പോഴേക്കും കാണുക ക്രിസ്തു അല്ലാത്തതെല്ലാം നശിച്ചു പോകും. അതുകൊണ്ട് ആരൊക്കെയാണോ കർത്താവിന്റെ തോളത്തിരിക്കുന്ന ആടുകൾ അവർ മറ്റാടുകളോട് എന്തുള്ളവരായിരിക്കും? പരിഗണനയും സ്നേഹവും കരുതലും ഉള്ളവരായിരിക്കും. അവർക്ക് പരാജയങ്ങൾ സംഭവിച്ചു കാണും. അപ്പൊ ദൈവം അവരെന്ത് ചെയ്തിട്ടുണ്ടാവും? തോളത്തെടുത്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ കർത്താവിന്റെ കൂടെ നടക്കും. ആരോഗ്യം ഇല്ലെങ്കിൽ കർത്താവ് എടുത്തോളൂ. ശരിയല്ലേ? അപ്പൊ സഭ എന്ന് പറയുന്നത് എപ്പോഴും പാപികൾ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, പാപികൾ എവിടാണോ അവരുടെ അടുത്തേക്കാണ് കർത്താവ് എപ്പോഴും പോകുന്നത്. ഹീസ് നോട്ട് അട്രാക്റ്റഡ് ബൈ റിലീജിയൻ. കർത്താവ് ഒരിക്കൽ പറഞ്ഞൊരു കാര്യമാണ്, യാഗത്തിലല്ല കൃത്യമായ പ്രാർത്ഥന, കൃത്യമായ ഉപവാസം, കൃത്യമായ വേദപഠനം. നീ ഇന്ന് ബൈബിൾ വായിച്ചോ? വായിച്ചില്ല. ഞാൻ 1/2 മണിക്കൂർ വായിച്ച് ധ്യാനിച്ചിട്ടാണ്. എന്താണ് ധ്യാനിച്ചത്? നല്ല സമരക്കാരന്റെ കഥ. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരുത്തൻ കഴിഞ്ഞിട്ട് അതങ്ങനെയാണ്. അതൊന്നും എല്ലാവർക്കും സഹായിക്കാൻ പറ്റുമോ ബ്രദറെ? അപ്പം നിങ്ങൾ വായിച്ചത് പ്രയോജനമൊന്നുമില്ല. എല്ലാം മതം അവിടെ തന്നെ ഉണ്ട്, പക്ഷെ ഇതൊന്നും പ്രയോജനം ചെയ്യുന്നില്ല. നിങ്ങൾ 99 നീതിമാന്മാർ. ഓക്കെ, അപ്പോ കർത്താവ് പറയാണ് ഈ യാഗം കൃത്യമായി കഴിക്കുന്നതിനല്ല, കരുണ നിങ്ങൾ കാണിക്കുന്നതിനകത്താണ് ഞാൻ പ്രസാദിക്കുന്നത്. അവിടെ കൊണ്ട് നിർത്തിയാൽ കുഴപ്പമില്ല. കർത്താവ് ഒരു കാര്യം പറഞ്ഞു, ഇതെന്താണെന്ന് നീ ഒന്ന് പോയി പഠിച്ചിട്ട് വരാം. അപ്പൊ എന്താ ചെയ്യണം? നമുക്കൊരു കോഴ്സ് ആവശ്യമാണ്. എന്താണ് കോഴ്സ്? ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മതം അഴിഞ്ഞു പോകാനും അതിലൂടെ ദൈവം പ്രസാദിക്കുമെന്നുള്ള നമ്മുടെ ചിന്ത മരിച്ചു പോകാനും. ഓക്കെ, അതിലൂടെ ദൈവം പ്രസാദിക്കും. ഞാൻ ഈ മതപരമായ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്താൽ ദൈവം പ്രസാദിക്കും എന്നുള്ള ചിന്ത ഇല്ലാതായിട്ട് കരുണയിലാണ് ദൈവം പ്രസാദിക്കുന്നത് എന്നുള്ളത് ഒരു എഡ്യൂക്കേഷനാണ്, ഒരു കോഴ്സാണ്. അതും ഈ വിൽ ബെൻഡിങ്ങിന്റെ ഭാഗമാണ്. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അതൊരു കോഴ്സിലൂടെ മാത്രം നമുക്ക് മനസ്സിലാവും. അപ്പൊ ദൈവം നമുക്ക് തരുന്ന ഒരു കോഴ്സിലൂടെ, ഒരു പഠനക്രമത്തിലൂടെയാണ് നമുക്ക് ഈ ഫ്രീ ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ സ്പിരിറ്റ് നോക്കണ്ട. ഒരു ക്രിസ്തുവിന്റെ ഒരു ആത്മീയത, നമ്മുടെ ഹൃദയത്തിലെ ക്രിസ്തുവിന്റെ ഒരു ക്യാരക്ടർ, ആ ഒരു കരുണയുള്ള ഒരു ഹൃദയം, ഒരു അലിവുള്ള കനിവ് കാണിക്കുന്ന ഒരു ഹൃദയം നമുക്ക് കാണണമെങ്കിൽ നമ്മൾ ആ ദൈവത്തിന്റെ വിൽ ബെൻഡിങ് പ്രോസസ്സിലൂടെ നമ്മൾ പോയെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കും. കർത്താവെ, നീ എന്നെ എങ്ങനത്തെ ഷേപ്പിലാക്കിയാലും ഇതിന്റെ സ്വഭാവം എന്നിലുണ്ടായി ആ കരുണ. ഇത് പാവങ്ങളോടുള്ള കരുണ പ്രധാനമാണ്, പക്ഷെ അതുപോലെ പ്രധാനമാണ് പാപികളോടുള്ള കരുണ. കാരണം പാവങ്ങളോടുള്ള കരുണ ലോകത്തിൽ കാണിക്കാൻ മതത്തെ കാണിക്കാൻ പറ്റും, ആർക്കും വേണമെങ്കിൽ. പക്ഷെ പാപികളോട് കരുണ കാണിക്കാൻ രക്ഷിക്കപ്പെട്ട വേറൊരു പാപിക്ക് മാത്രമേ അവന് മാത്രം അറിയത്തുള്ളൂ എത്ര വലിയ നാശത്തിൽ നിന്നാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്ന് മനസ്സിലാവുന്ന ഒരാൾക്ക് മാത്രമേ പാപിയോട് കരുണ തോന്നൂ. അല്ലെങ്കിൽ ആ പാപിയെ നമ്മൾ നമ്മുടെ രീതി വെച്ച് ആക്രമിക്കുകയുള്ളൂ. ശരിക്കും നമുക്ക് കരുണ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കരുണ കാണിക്കുന്നവരും ആയിരിക്കും. ആ കരുണ എന്ന് പറയുന്നതിലാണ് ദൈവം പ്രസാദിക്കുന്നത്. അപ്പൊ ഇതിന് എന്തിനാ ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തെ വിശദീകരിക്കാൻ നമുക്ക് പറ്റും. അല്ലെ? ഈ തോളത്തിരിക്കുന്ന ആടിന് എന്ത് ചെയ്യാൻ പറ്റും? വേണമെങ്കിൽ ആ തല ഒന്ന് കർത്താവിന്റെ തലയോട് ചേർത്ത് മുട്ടിച്ച് വെക്കാൻ പറ്റും, അല്ലേ? ഇല്ലേ? അല്ലെങ്കിൽ ഒന്നും കൂടെ മുറുകിയിരിക്കാൻ പറ്റും.
അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് എന്റെ രക്ഷയൊന്നും ബാധിക്കുന്നില്ല. പക്ഷെ എനിക്ക് ആ കർത്താവിൽ നിന്നുള്ള ആശ്വാസവും സമാധാനവും നറിഷ്മെന്റും അല്ലെ ഒക്കെ കിട്ടും. അപ്പൊ എനിക്ക് ആ ദൈവത്തെ മഹത്വീകരിക്കാൻ പറ്റും. എന്റെ ഉള്ളിൽ ദൈവത്തെ മഹത്വീകരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ വിൽ ബെൻഡിങ്ങിലൂടെ ഞാൻ കർത്താവ് ആരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കും. എന്റെ ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങളിലും ദൈവത്തിന്റെ രാജത്വവും അവന്റെ പരമാധികാരവും എന്താണ് എന്ന് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ വില്ലെന്ന് പറയുന്നത് നമ്മൾ രക്ഷിക്കപ്പെടാൻ വേണ്ടി ദൈവം നമ്മുടെ വില്ലിനെ വളയ്ക്കുന്നുണ്ടെന്ന് മാത്രമല്ല. ഇല്ലേ? അനുഭവിച്ചിട്ടില്ലത്? ഞാൻ എന്റെ എക്സാമ്പിൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ പറയാത്തത്. കാരണം ഞാനൊരു നിരീശ്വരവാദിയും ഒക്കെ ആയിട്ട് നടന്ന ആളാണ്, സയൻസിൽ വിശ്വസിച്ച് നടന്ന ആളാണ്. പക്ഷെ ഞാൻ പെട്ടെന്ന് ഒരു ദിവസം എന്നാ പിന്നെ ഇനി സയൻസ് വേണ്ട, കർത്താവിന് എടുത്തേക്ക്, അങ്ങനെയല്ല. അതൊരു 2-3 വർഷം നീണ്ടു നിന്ന ഒരു വട്ടം കറക്കായിരുന്നു. അവസാനം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് ഞാൻ നിൽക്കുമായിരുന്നു. അപ്പൊ എനിക്ക് വളരെ ഈസി ആയിരുന്നു കർത്താവാണ് സത്യം എന്ന് മനസ്സിലാവാൻ. പക്ഷെ ആ ഈസി ഡിസിഷൻ എനിക്ക് എടുക്കാൻ വേണ്ടി ദൈവം എന്റെ വില്ലിനെ വളച്ച് ഒടിച്ചു കൊണ്ടുവന്നു. അത് ദൈവത്തിന്റെ പദ്ധതി. ഇനി അകത്ത് വന്നാലും ഇനി ക്രിസ്തുവിനെ പോലെ ആക്കാൻ അതുപോലെ തന്നെ സ്നേഹത്താൽ നിർബന്ധിക്കുന്നു. അത് 2 കൊരിന്ത്യർ 5:14 പറഞ്ഞ എന്താ? ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കും. എന്തിനു നിർബന്ധിക്കും? എന്തിനാ നിർബന്ധിക്കുന്നത്? എന്തിനു നിർബന്ധിക്കുന്ന പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ബാക്കി പറ, ആരെങ്കിലും പറ, നോക്കരുത്, നോക്കാതെ പറ. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ഒത്തിരി പ്രസംഗിച്ചുള്ള വാക്യം അതുകൊണ്ടാണ്. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എന്തിനു വേണ്ടി നിർബന്ധിക്കുന്നു? ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്ന് നിർബന്ധിക്കുന്നു. അപ്പം നിന്നെ നരകത്തിൽ പോടാന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നു നല്ല എഴുതിയത്. അപ്പൊ കർത്താവ് നമ്മൾ എങ്ങനെയാ നന്നാക്കുന്നത്? പേടിപ്പിച്ചല്ല, നിർബന്ധിച്ച. എന്തോ നിർബന്ധിക്കുന്നത്? സ്നേഹത്തിന്റെ നിർബന്ധമാണ്. അതാണ് ഈ തോളിൽ ഇരുത്തി വില്ല് മാറ്റുന്നത്. സ്നേഹത്താൽ നിർബന്ധിക്കപ്പെടുമ്പോൾ തോളത്തെടുത്തിരുത്തിയിട്ടാണ് എന്റെ സ്വഭാവത്തെ മാറ്റുന്നത്. ഓക്കെ. പേടിപ്പിക്കുമ്പോഴോ വടിയെടുത്ത് നീ വെളിയിൽ പോയാൽ നിന്നെ തട്ടിക്കളയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് പുൽപ്പിറ്റി നല്ല ഈ വടിയും പുകയും വെടിയും ഉണ്ട്. ശരിയല്ലേ? കാരണം എന്താ? ഈ കൃപ എന്താണെന്ന് അവർക്ക് ബെൻഡിങ് ഓഫ് വിൽ, നമ്മുടെ വിശദീകരണം എങ്ങനെയാണ് ദൈവം സാധിപ്പിക്കുന്നത്. അപ്പം ഓരോ മോമെന്റിലും നമ്മൾ ഈ വിശദീകരണം നമ്മുടെ ഹൃദയത്തിൽ ലക്ഷ്യമായിട്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ബെൻഡിങ് കാണാൻ പറ്റും. അതല്ലേ നമുക്ക് ഈ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കില്ല. അപ്പൊ മർക്കടനും കുക്കുടനും മാർജാനും എല്ലാം പോയി നമുക്കൊരു ഇടയനുള്ളത് കൊണ്ട് നമ്മളെ ഏത് അവസ്ഥയിലും കണ്ടെത്തുവാനും അന്ത്യം വരെ നടത്തുവാനും ഇടയൻ ശക്തനാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ ഫ്രീ വില്ലിനെ കുറിച്ചാണ്. നമ്മുടെ ഫ്രീ വില്ലൊക്കെ പോക്കാണ്. നമ്മളെ നിരത്തിരുത്തിയാൽ ഫ്രീ വില്ല, അപ്പോഴും നമ്മൾ നശിച്ചു. അതുകൊണ്ട് ദൈവം നമ്മളെ നിരത്തിരുത്താതെ കൊണ്ടു നടക്കുവാണ്. ഓക്കെ. ദൈവം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ.